Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്നൊക്കെയാണ് ഈ സമയം നമ്മൾ കളക്ട് ചെയ്യുന്നത്, കളക്റ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത്. Alright, balance is in reverse. So probably നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം ഈ സമയം. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം, റിലേഷൻഷിപ്പ്, ജോബ്, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില ആളുകളുമായിട്ടൊക്കെ ഒരുപാട് കൺവിൻസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ടേക്ക് എ ബ്രേക്ക്. ഓൾറൈറ്റ്, നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതിരിക്കാം. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഇംബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ സമയം ബാലൻസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. സോ ആ സമയത്ത് നാച്ചുറലി നിങ്ങൾക്ക് ഒരു ഫ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും മാറ്റം വരാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, എനർജി കൊടുക്കാതിരിക്കുക. ഒരു സമയത്താണ് നിങ്ങൾക്ക് സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, സോ ചിലത് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ചില കാര്യത്തിന് ഒരു നാച്ചുറൽ പ്രോസസ്സ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം, അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. Alright, what you need to hear right now. So കുറച്ചുകൂടി ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ വരുന്നത് നല്ലതാണ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫീലിങ്സ്, ഒരു ഹെവിനെസ് നിങ്ങളുടെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബേർഡൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ ഫിസിക്കൽ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കുക, നടക്കുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൊണ്ടുവരാൻ ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും കൂടുതൽ ഇൻസൈറ്റ് തരാനും കുറച്ചുകൂടി ഒന്ന് അവേക്കൻ ആവാനും കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാനും നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കുറച്ചുകൂടി മൂവ്മെന്റ്സ് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനായിരിക്കാൻ സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിന് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റീഡ് ഇതൊക്കെ എന്തിനു സംഭവിച്ചു എന്നുള്ളതല്ല, ഇതൊന്ന് ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളതിലേക്കാണ് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് തന്നെ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം, ഓർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അത്ര കാലം കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്. ചില പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. എക്സാക്ട്ലി നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അത് തന്നെയാണ്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു അവസ്ഥയെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കൂടുതൽ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്കത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാം, അല്ലെ? അതാണ് നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക. ഒരു അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സ്വയം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, എന്റെ പാസ്റ്റ് ഇങ്ങനെയാണ്. സോ അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് അലൈൻഡ് ആവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്ത് പിക്ക് ചെയ്യേണ്ടത്. നിങ്ങളത് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അത് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒന്നിനും വേണ്ടിയിട്ട് ചേഞ്ച് ആവുന്നില്ല. നമ്മുടെ ലൈഫിൽ ചില ആളുകളിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ സിറ്റുവേഷനിലേക്കോ വരുന്ന സമയത്ത് നമ്മളെ മറന്നിട്ടായിരിക്കാം പല സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? നിങ്ങൾ അങ്ങനെ നിന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കണം. റൈറ്റ്, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിങ്ങളെ പുറത്തേക്കൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുള്ള നിങ്ങളെയൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവറിലേക്കൊക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ പോകുന്ന അവസ്ഥ എന്താണോ, അല്ലെങ്കിൽ എന്താണോ കാര്യങ്ങൾ നിങ്ങളെ ഒരു ബാലൻസ് ഇല്ലാതെ കൊണ്ടുപോകുന്നത്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒന്നിനും വേണ്ടിയിട്ട് നിങ്ങളെ പിറകോട്ട് വെക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുറവായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക, റിലേറ്റ് ചെയ്യുക, നിങ്ങൾ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ സെൽഫ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ് കൂടുതൽ പഠിപ്പിക്കുന്നത്.
ഓക്കെ. സോ ഒന്നിനും വേണ്ടിയിട്ട് നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ ജീവിക്കാതിരിക്കാം. ഈ ഒരു സമയത്ത് അതാണ് നിങ്ങൾക്കൊരു വെളിച്ചം ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ അറിവ് വെച്ചോ ഓർ നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റി എന്താണോ നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂർ ആക്കുന്നത്, സ്പെഷ്യലി നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ ഒരു രൂപം എങ്ങനെയാണോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മനാ ഉള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പക്ഷെ അതൊക്കെ നിങ്ങൾ ഒരുപാട് കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫിസിക്കാലിറ്റി നിങ്ങൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരവുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ഓൾറൈറ്റ്. സോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മാറ്റാണോ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് വരുത്താൻ ആഗ്രഹിക്കുന്നത്, ഈവൻ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ നോക്കുന്ന സമയത്ത്, നിങ്ങൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കൽ ഫോമിൽ ചില കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ പ്ലേസിൽ അത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അതേ കുറവുള്ള ആരെങ്കിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലിമിറ്റേഷന് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അതേ ഒരു ലിമിറ്റേഷനിൽ നിന്ന് ചില ആളുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് നിങ്ങൾ വേറൊരാളിൽ കാണുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ടായിരിക്കണം നിങ്ങൾ റീസെന്റ് ആയിട്ട്. അതൊക്കെ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ നേരെ നിങ്ങളെ കണ്ണ് തുറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ. അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്വയം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ അത് അതുപോലെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, സോ അഗെയിൻ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകള്, സ്പെഷ്യലി നിങ്ങൾ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നാച്ചുറലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില താല്പര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഹോബീസിലായിരിക്കാം, നിങ്ങളുടെ ഹാബിറ്റ്സിലായിരിക്കാം, നിങ്ങളുടെ ചില അഡിക്ഷൻസിലായിരിക്കാം. അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ടായിരിക്കണം. സോ ഇത്ര കാലം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഡിക്ഷൻ തോന്നിയിട്ടുള്ള കാര്യത്തിനോടൊക്കെ നിങ്ങൾ മാറ്റം വരിക എന്നുള്ളതല്ല, നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ മാറ്റം എടുക്കണമല്ലോ എന്നായിരിക്കാം ചിന്തിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയൊക്കെ അതിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരു ഡീപ്പ് ആയിട്ടുള്ള തോട്ട്സ് ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, അവിടെ എന്ത് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ളൊരു തിരിച്ചറിവ്, ഒരു എക്സാമിനേഷൻ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സോ ഇൻസെക്യൂറോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ട കാര്യമാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് തോന്നുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അവിടെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. Alright, what you need to hear right now, focus on yourself. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ലൈഫിൽ നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലേക്കാണോ നിങ്ങൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ലൈഫിൽ ഒരു കോർ ആയിട്ട് നിൽക്കേണ്ട കാര്യമല്ല അല്ലെ, അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് വരേണ്ട ചില കാര്യങ്ങൾ ആയിക്കൊള്ളണം എന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ബോധർ ചെയ്യുന്നത് അതൊക്കെ ഒരു ഫാന്റസിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില ഡിസയർന്നോ അഡിക്ഷൻസ്ന്നോ അട്രാക്ഷനോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ
ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ചിന്തിച്ചു തുടങ്ങാം. ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി അത് കണക്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കുള്ളൊരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ചില പ്ലേസിലൊക്കെ നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. ചില കാര്യങ്ങള് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളടുത്ത് വലിയ രീതിയിൽ കണക്ട് ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ അത്രയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ടുള്ള ആളുകൾ. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഡിഫറെന്റ് ആയിട്ട് കാണേണ്ട സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളത് ചില കാര്യങ്ങൾ നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. എന്താണ് ചില കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ, ചില ആളുകൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്ന് സംസാരിക്കുകയാണ്. അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കാം. പക്ഷെ അവര് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്, അവരെന്താണ് ഹൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നിങ്ങൾക്കത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ലേ. സോ നിങ്ങളത് മനസ്സിലാക്കി കേൾക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കണം. ഇതുപോലത്തെ പല സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, അത് പ്രോബബ്ലി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. കാരണം ചിലത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അറിയാമെന്നുണ്ടെങ്കിലും പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മേ ബി ലൈക്ക് നിങ്ങൾ ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഒരുപാട് ആളുകളെ സന്തോഷിപ്പിച്ചും അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിഷമാവോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ അതായിരിക്കാം മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷൻ എന്തിനാണ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. മേ ബി ലൈക്ക് നിങ്ങൾ അതൊക്കെ വേണ്ട കാര്യത്തിനൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. നിങ്ങൾക്കൊക്കെ എനിക്ക് വേണ്ട ഒരു കാര്യമാണ്, പക്ഷെ അവര് മനസ്സിലാക്കിയില്ല, അവര് ചെയ്തിട്ടില്ല, അവരിങ്ങനെ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പറയുന്ന സമയത്തേ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഒരാളും അവിടെ സംസാരിക്കാൻ വന്നോളണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. മനസ്സിലാക്കാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു റിയലൈസേഷൻ ആണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല, പറയാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് മെയിൻലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഒരു ഡ്രീം ആയിട്ട് നിങ്ങൾ കാണുന്നത് അത് പ്രോബബ്ലി നിങ്ങൾ പല കാര്യത്തിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു റീസെന്റ് ആയിട്ട് നിങ്ങൾ അത് മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. സോ അതിന്റെ ഒരു ലാക്നെസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനോ അല്ല നിങ്ങൾക്ക് തോന്നേണ്ടത്. കമ്പയർ ചെയ്യല്ല വേണ്ടത്. അത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ് നിങ്ങൾക്ക് അതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെയ്യാൻ സാധിക്കുന്നുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.